അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു സ്നാക്കിൻ്റെ പേരാണ് മുള്ളുമുറുക്ക്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഒരു മെത്തേഡിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മുള്ളുമുറുക്ക് ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. എന്താ, ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാൻ പാകത്തിനുള്ള ആ ഒരു രീതിക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ആ സമയം ഒരു ഗ്ലാസ് നേരത്തെ ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വറുത്ത പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉഴുന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയാതെയാണ് എടുക്കുന്നത്. കുറച്ച് തരിയുണ്ട്, അരിക്കാതെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഓമം അല്ലെങ്കിൽ അയമോദകം ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് നെയ്യ്. ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് സാധാ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാൻ ഈ ഡവ് നല്ല മയത്തിലിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഇടിയപ്പം മേക്കറിൽ ഈ സ്റ്റാറിൻ്റെ അച്ചിലാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അച്ചിലാണ് ഈ ഒരു മുള്ളുമുറുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് അങ്ങനെ ആയിരിക്കും വീഴുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞായിരിക്കും വീഴുന്നത്. അപ്പോൾ ഇതാണ് വറുത്ത് കോരി എടുക്കേണ്ടത്. ഞാനിത് വറുത്ത് കോരി എടുത്തപ്പോൾ എൻ്റെ ഫോണിൽ ഇത് എങ്ങനെയോ ഡിലീറ്റായി പോയി, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. 1 ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി. ഇതിൻ്റെ കൂടെ നേരത്തെ പോലെ തന്നെ 1/2 ഗ്ലാസ് ഉഴുന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ഇതിനി അരിച്ചെടുക്കണം. ഒരു ടീസ്പൂൺ ഓമം അല്ലെങ്കിൽ അയമോദകം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നിറച്ച് നെയ്യ്. ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഇടിയപ്പം മേക്കറിൽ സ്റ്റാറിൻ്റെ അച്ചിട്ട് കൊടുത്തിട്ട് ഈ ഡവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുള്ളുമുറുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഉഴുന്ന് നന്നായിട്ട് പൊടിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് മുറുക്ക് ഇട്ട് കൊടുക്കാം. ആ സമയം അടുത്തത് നമുക്കിങ്ങനെ ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് വറുത്ത് കോരി എടുക്കുമ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. എണ്ണയുടെ തിളയൊക്കെ നന്നായി കുറഞ്ഞു വരുമ്പോഴേക്കും മുള്ളുമുറുക്കൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ മുള്ളുമുറുക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മുള്ളുമുറുക്കെല്ലാം ഇവിടെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് തരിയായിട്ട് ഉഴുന്ന് കിടന്നത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ മുറുക്കിന് കിട്ടാത്തത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഷേപ്പില്ലാതെ ഇങ്ങനെ കിട്ടിയതിനും നല്ല ക്രിസ്പിനെസ് ആണ്. ഇതും നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റും സെയിം ആണ്. അപ്പം എങ്ങനെയാണെങ്കിലും
കഴിക്കുമ്പോൾ രണ്ടിനും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഇത് വേണോ ഇത് വേണോ. അപ്പോൾ ഏത് രീതിയിൽ മുറുക്ക് ഉണ്ടാക്കിയാലും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.